ഇന്ന് ദേശീയതലത്തിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് തീവ്രവർഗീയ വോട്ടുകൾ നേടിവന്നയാളാണെന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞുവെന്നാണ്. മിനിമം ഒരു മുന്നണി മര്യാദ പാലിക്കേണ്ടിയിരുന്നില്ലേ എ വിജയരാഘവൻ, VPP മുസ്തഫ? ഈ വയനാട്ടിൽ താൻ മത്സരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ പങ്കാളിത്തം അപകടകരമാകും എന്ന് ഈ രാജ്യത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാ? അരുൺകുമാറെ, അത് ഈ കോൺഗ്രസും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുമല്ലേ? അവിടെ പച്ച കൊടി പാടില്ല, അവിടെ പച്ച കളറിലുള്ള പ്രചരണം പാടില്ല എന്ന് നിലപാടെടുത്തത് അവരല്ലേ? സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഉപയോഗിക്കാൻ പാടില്ല ന്യായീകരിച്ചവരല്ലേ? എന്നിട്ട് അല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ന്യൂനപക്ഷ വർഗീയതയുടെ പ്രശ്നമുണ്ട് എന്ന് രാജ്യത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഈ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ ചെങ്കൊടി ഉയർന്നപ്പോ ഇത് പാകിസ്ഥാനാണോ അത് ഇന്ത്യയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അമിത്ഷാ പറഞ്ഞതുകൊണ്ടല്ലേ? ആ സാഹചര്യത്തിലല്ലേ അങ്ങനെ കൊടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? ഇന്നിപ്പോൾ എ വിജയരാഘവൻ സംസാരിച്ചത് അതേ അമിത്ഷായുടെ ഭാഷയിലല്ലേ VPP മുസ്തഫ? അരുൺകുമാർ അമിത്ഷായോട് ഇത് 47-ൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റേതാണ്, 960 തൊട്ട് കേരളത്തിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന് തിരിച്ചു പറഞ്ഞ് രാഷ്ട്രീയം പഠിപ്പിക്കാൻ കഴിയാതെ വന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങുകയാണോ? അങ്ങനെ പറഞ്ഞിട്ടും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പോലും മനസ്സിലാവാത്തത് എങ്ങനെയാ അമിത്ഷായ്ക്ക് മനസ്സിലാവുക? അല്ല, അത് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായി? CPM പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത് ഈ തീവ്ര മുസ്ലിം ചേരിയുടെ വോട്ട് വാങ്ങി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയി എന്നാണല്ലോ. അത് തന്നെയല്ലേ അമിത്ഷാ പറയുന്നത്? തമ്മിൽ എന്താ വ്യത്യാസം? തീവ്ര മുസ്ലിം ചേരിയുടെ വോട്ട് രാഹുൽ ഗാന്ധി വാങ്ങിയിട്ടില്ല എന്ന നിലപാട് റിപ്പോർട്ടർ ചാനലിനുണ്ടോ? എനിക്കുണ്ട്. തീവ്ര വർഗീയ മുസ്ലിം വോട്ട് കൊണ്ടല്ല രാഹുൽ ഗാന്ധി പോയെന്ന നിലപാട് എനിക്കുണ്ട്. VPP മുസ്തഫ, താങ്കൾ കണക്ക് പറയൂ. 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുമ്പോൾ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏത് മണ്ഡലത്തിലാണ് SDPക്കും ജമാഅത്തേക്കും 6 ലക്ഷം വോട്ടുള്ളത്? താങ്കളൊന്ന് പറയൂ. അല്ല, ഈ വിജയിച്ച ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചിട്ട് ഇപ്പൊ പറയുന്നവർ പാലം കടന്നപ്പോൾ കൂരായണ എന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടാവുക? 1 ലക്ഷം, 1.5 ലക്ഷം? ശരി, അത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 3 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കൊടുത്ത വയനാട്ടിലെ വോട്ടർമാർ തീവ്ര വർഗീയ മുസ്ലിം ചേരിയിലുള്ളവരാ? അങ്ങനെയാണെങ്കിൽ ഞാൻ അരുൺകുമാറിനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അത്ര അവഗണിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഈ ഭൂരിപക്ഷത്തിൽ എണ്ണാനില്ല SDPI എങ്കിൽ എന്തിനാണ് SDPI നേതാക്കളെ മുസ്ലിം ലീഗ് നേതാക്കൾ രഹസ്യമായി കണ്ടത്? നിങ്ങൾ പറയൂ, അത് നിങ്ങൾ പറയൂ. അല്ല, ഒറ്റ മിനിറ്റ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ RSSന്റെ നേതാവിന് മന്ത്രിസ്ഥാനം കൊടുത്തത്? അയാളെയാണ് സംഘി സുധാകരൻ എന്ന് വിളിക്കേണ്ടത്. അതാ പറയേണ്ടത്. അദ്ദേഹമാണ് തുറന്നു കൊടുത്തത്. ഒരു നിമിഷം. ഈ VPP മുസ്തഫ ഈ എരുമ അലറണ പോലെ ഇങ്ങനെ അലറിയിട്ടൊന്നൊരു കാര്യമില്ല. ഞാനിതിൽ കൂടുതൽ അങ്ങേക്ക് അനുകൂലമായ അങ്ങയുടെ വാദത്തിൽ ശക്തി പകരുന്ന ചർച്ചയാണ് നടക്കുന്നത്. അത് വ്യക്തികളിലേക്ക് ചർച്ചയുടെ ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല. ഇല്ല, ഞാനത് പിൻവലിക്കുന്നു. ഒരു നിമിഷം. ഇല്ല, നമുക്ക് അങ്ങോട്ട് അങ്ങനെ പോകാൻ കഴിയില്ല. VPP അത് ശരിയല്ല. ഷാഫി പറഞ്ഞാലും ശരിയല്ല, VPP പറഞ്ഞാലും ശരിയല്ല. അതവിടെ നിൽക്കട്ടെ. ഷാഫി ടു ദ കണ്ടന്റ്, 30 സെക്കൻഡ്സ്.
ഷാഫി ചാലിയം നേരത്തെ അയ്യനിൽ ഉണ്ടായാളാ. ഇല്ല, ഒരു നിമിഷം. അയ്യനിൽ ഇപ്പോ നിങ്ങളുടെ കക്ഷിയാണ്. അയ്യനിൽ ഇപ്പോ നിങ്ങളുടെ കക്ഷിയാണ് VPP. ഒരു നിമിഷം. അയ്യനിൽ ഇപ്പോ നിങ്ങളുടെ കക്ഷിയാണ്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഒരു നിമിഷം. ഈ ചർച്ചയിൽ ഞാൻ പാലിച്ച മാന്യത, ഈ ചർച്ചയിൽ ഞാൻ പാലിച്ച അച്ചടക്കം, ഞാൻ ഒരു മാന്യതയും പാലിച്ചില്ല. ആ മാന്യതയാണ് ഇപ്പോ കണ്ടത്. ഈ അരമണിക്കൂർ ചർച്ചയിൽ ഇയാൾ കാണിച്ചത് എന്താ? ഞാൻ ഇതല്ല പറയണ്ടത്, ഇതിനപ്പുറം പറയണം. ഇല്ല, ഒരു നിമിഷം. VPP മുസ്തഫ ഒന്ന് പറയണം. എനിക്ക് സമയം അധികരിച്ചു. VPP മുസ്തഫ ഒരു നിമിഷം പറയണം. ഷാഫി ചാലിയം, ആ ചോദ്യത്തിലുള്ള മറുപടി എന്തിനു നിങ്ങൾ പോയി കണ്ടു? ഈ വോട്ട് പ്രസക്തമല്ലെങ്കിൽ 30 seconds. ഇത് എന്ത് ചർച്ച? ഞാൻ ഇത്തരക്കാരായിട്ട് ചർച്ചയ്ക്ക് താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കാൻ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. Debate with Dr. Arun Kumar.